നമ്മൾക്കറിയാം, കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പഴി കേൾക്കുന്നതും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും മഴക്കാലത്ത് ഉണ്ടാകുന്ന രൂക്ഷമായ വെള്ളക്കെട്ടാണ്. കൊച്ചിയുടെ ഒരു പ്രാധാന്യം, കൊച്ചിയുടെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1 മണിക്കൂർ നിന്ന് മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണ്. ഇപ്പോൾ മാധവറമസി ജംഗ്ഷനാണെങ്കിലും KPCC ജംഗ്ഷനാണെങ്കിലും MG റോഡാണെങ്കിലും എടപ്പള്ളി ലുലുമാളിന്റെ ജംഗ്ഷനാണെങ്കിലും ഇവിടെയൊന്നും ഇന്ന് വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. അത് എനിക്ക് നല്ല ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം രാവിലെ മുതൽ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നേരിട്ട് പോയി നോക്കിയതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞെടുത്ത് നമ്മുടെ ഫ്ലഡ് അടിയന്തരമായി രൂപീകരിച്ചിരിക്കുന്ന സ്ക്വാഡിനെ ഉപയോഗിച്ച് ആ കാണകൾ ഒരു സ്ലാബ് നീക്കിയാൽ അല്ലെങ്കിൽ കാണയിലേക്കുള്ള ഒരു ഇൻലെറ്റ് തുറന്നു കൊടുത്താൽ പോകാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം, അത് DYFIയുടെ കുറേ ആളുകൾ കടന്നു വന്നുകൊണ്ട് വെള്ളക്കെട്ടുണ്ടാവുന്നു എന്ന രീതിയിൽ നിവേദനം നൽകാൻ വരുന്നു എന്നാണ് പറഞ്ഞത്. എന്നെ വിളിച്ചപ്പോൾ, നേരത്തെ അറിയിച്ചിട്ടില്ല, എന്നെ വിളിച്ചപ്പോൾ രാവിലെ ജൂൺ 5 ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനുള്ള പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷന് തുടക്കം കുറിച്ചിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള സ്കൂൾ കുട്ടികളിലേക്ക് നമ്മളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും പ്ലാസ്റ്റിക്കിന്റെ ഒരു കുട്ടികൾ വഴി അത് കളക്ഷൻ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മളിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് സെന്റ് തെരേസസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ PSC RBIയുടെ RBI ക്വാർട്ടേഴ്സിനടുത്തുള്ള PSCക്ക് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് 1-2 വീടുകളിൽ വെള്ളം ഒഴുകി പോകാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കല്ലൂരേക്ക് പോയ സമയത്താണ് DYFIയുടെ കുറേ ആളുകൾ അവിടെ വന്ന് ഓഫീസിലേക്ക് കയറിയിട്ടുള്ളത്. നിവേദനം നൽകാൻ വരുന്നു എന്ന് പറഞ്ഞു, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. ആര് എന്ത് സജഷൻ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറുള്ള മേയറും ഭരണസമിതിയാണ് ഇന്ന് കോർപ്പറേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 3 പേരെന്നാണ് പറഞ്ഞത്. CI വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ വരും എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കോർപ്പറേഷന്റെ മേയറുടെ ചേംബറിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് അവിടെ അതിന്റെ അകത്ത് ഇരിക്കുന്ന സാഹചര്യമാണ്. അത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം മേയറുടെ ചേംബറിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടും ഇന്ന് കൊച്ചി നഗരസഭാ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അതെനിക്ക് നല്ല ഉറച്ച വിശ്വാസത്തോട് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് DYFI കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയ നാടകങ്ങൾക്കൊപ്പം നിന്നുകൊടുക്കാൻ കൊച്ചി മേയർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരാതിരുന്നത്. കാരണം എനിക്ക് ജനങ്ങളോടാണ് മറുപടി പറയേണ്ടത്. ജനങ്ങളാണ് നമ്മൾക്ക് ഈ ഭരണസമിതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ മാൻഡേറ്റാണ് അവർ വോട്ടുകളിലൂടെ ജയിപ്പിച്ചിട്ടുള്ളത്. ഭരണമാറ്റം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയമായ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ നോക്കിയാൽ അതിന് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കോർപ്പറേഷന്റെ +2 വിദ്യാർത്ഥികൾ ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥിനികൾക്കുള്ള അവാർഡ് വിതരണമാണ് നടക്കുന്നത്. ഇവിടെ വെച്ച് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞത്. ഞാൻ മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന് നിന്നുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതെ, എന്നോട് CI പറഞ്ഞതും 3 പേർ വന്ന് നിവേദനം നൽകുന്നു എന്നാണ് പറഞ്ഞത്. 3 പേർ, ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് 3 പേർ വന്ന് നിവേദനം നൽകുന്നതിന് നമ്മളെതിരല്ല. അവർ വരേണ്ടതാണ് കാര്യങ്ങൾ. ഇപ്പോൾ DYFI എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട സംഘടനകളാണെങ്കിലും അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്തുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മേയർ നേരിട്ട് കാണാമെന്ന് പറഞ്ഞത്. പക്ഷെ അവരുടെ ലക്ഷ്യം വേറെയാണ്. അത്തരമൊരു വാർത്ത സൃഷ്ടിച്ച് ഒരു ഫോട്ടോ വരുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ശരിയല്ല. ഇന്ന് ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ ഏത് പ്രദേശത്ത് പോയി നോക്കിക്കോളൂ, ഇന്ന് ഇവിടെ ഒരു വെള്ളക്കെട്ടും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രശ്നം, ഈ രാത്രികാലത്ത് വിളക്ക് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കരാറുകാർക്കെതിരെ കോർപ്പറേഷൻ നടപടിയെടുക്കുന്നു. CSML ലൈറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ പീരീഡിലാണ് ഈ CSML ലൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കൗൺസിലിൽ വളരെയധികം ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന UDFന്റെ കൗൺസിലേഴ്സ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ പറഞ്ഞു, കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണ് ലൈറ്റ് കത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മറ്റൊരു ഏജൻസിയിലേക്ക് കൊടുത്താൽ കോർപ്പറേഷൻ അത് നാളെ അവരുടെ മുമ്പിൽ പോയി കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് നിരവധിയായ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് CSML വഴി ലൈറ്റ് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന CPM ഇപ്പോൾ ഏറ്റുപറയുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് ശരിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് 5 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്.
ഈ 5 വർഷം നമ്മളിത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വക്കീൽ നോട്ടീസ് അയച്ച് വിശദീകരണം തേടാൻ ശ്രമിച്ചിട്ടുള്ളത്.